നമസ്കാരം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിലും സാമൂഹിക സുരക്ഷയിലും പുതിയൊരു വിപ്ലവത്തിന് നാളെ തുടക്കമാവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 8:30 തമ്പാനൂർ സെൻട്രൽ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വനിതകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി യാത്രാ ചെലവില്ലാതെ സഞ്ചരിക്കാം. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും പൊതു ഇടങ്ങളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ലളിതവും സാർവത്രികവുമായ രീതിയിലാണ് പ്രിയദർശിനി വിഭാവനം ചെയ്തിരിക്കുന്നത്. വരുമാന പരിധിയോ മറ്റ് സാമൂഹിക മാനദണ്ഡങ്ങളോ ഇല്ലാതെ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. യാതൊരുവിധ മുൻകൂർ രജിസ്ട്രേഷനോ പ്രത്യേക കാർഡുകളോ ഇതിനായി ആവശ്യമില്ല എന്നതും പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള 3125 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. സ്ത്രീകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി പദ്ധതി ലഭ്യമാക്കുന്ന ബസ്സുകളുടെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന വലിയ സ്റ്റിക്കറുകൾ പതിക്കുന്ന ജോലി ഡിപ്പോകളിൽ പൂർത്തിയായി കഴിഞ്ഞു. സാധാരണക്കാരായ യാത്രക്കാർക്ക് KSRTC ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കാനും തിരിച്ചറിയാനും ഈ സ്റ്റിക്കറുകൾ സഹായിക്കും. സൗജന്യ യാത്രയാണെങ്കിലും കൃത്യമായ അക്കൗണ്ടിങ്ങിനായി യാത്രക്കാർക്ക് 0 ടിക്കറ്റ് നൽകണമെന്നാണ് KSRTC ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും കണ്ടക്ടർമാർ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തണം. സൗജന്യ യാത്രയില്ലാത്ത മറ്റ് ഉയർന്ന ക്ലാസ് ബസ്സുകളിലാണ് സ്ത്രീകൾ കയറുന്നതെങ്കിൽ ഈ ബസ്സിൽ പ്രിയദർശിനി ആനുകൂല്യം ലഭ്യമല്ലെന്ന കാര്യം ജീവനക്കാർ മുൻകൂട്ടി സ്ത്രീകളെ ധരിപ്പിക്കേണ്ടതുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി വഴി KSRTCക്ക് ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കോർപ്പറേഷന്റെ ദൈനംദിന ചെലവുകളെ ബാധിക്കാത്ത രീതിയിൽ സുഗമമായ ക്യാഷ് ട്രാൻസ്ഫർ സംവിധാനം സർക്കാർ ഒരുക്കും. കൂടാതെ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും KSRTC സ്വീകരിക്കുന്നുണ്ട്. പൊതുഗതാഗത ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കുള്ള ഈ അവകാശം സർക്കാർ ഉറപ്പാക്കുന്നത്. നാളെ രാവിലെ 8:30 തമ്പാനൂരിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കുമെന്നത് പദ്ധതിയുടെ മറ്റൊരു സവിശേഷതയാണ്. വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായ വനിതാ യാത്രക്കാരും മുഖ്യമന്ത്രിയോടൊപ്പം ഈ ആദ്യ യാത്രയിൽ പങ്കാളികളാകും. തുടർന്ന് രാവിലെ 9 മണിയോടെ സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തല ഉദ്ഘാടനങ്ങളും നടക്കും. യാത്രാ ചെലവിനത്തിൽ ലാഭിക്കുന്ന തുക ഓരോ കുടുംബത്തിൻ്റെയും കൈകളിലേക്ക് നേരിട്ടെത്തുന്ന അധിക വരുമാനമായി മാറും. ദിവസവും തൊഴിലിനായും പഠനത്തിനായും വിപണിയിലേക്കും യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രതിമാസം ഗണ്യമായ തുക ഇതിലൂടെ മിച്ചം പിടിക്കാൻ സാധിക്കും. വിലക്കയറ്റത്തിൻ്റെ ഈ കാലത്ത് സാധാരണക്കാരായ കുടുംബങ്ങളുടെ ബജറ്റിന് വലിയൊരു താങ്ങായി പ്രിയദർശിനി മാറും. യാത്രാ ചിലവ് ഒരു തടസ്സമാകുന്നതുകൊണ്ട് മാത്രം പലപ്പോഴും വീടുകളിൽ ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാൻ ഈ പദ്ധതി ഇനി വലിയ പ്രചോദനമാകും.